ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ചിക്കൻ തോരൻ ഉണ്ടാക്കാം. 500 ഗ്രാം ചിക്കൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പകുതി പുളിനാരങ്ങയുടെ നീര്, ഇതിന് ആവശ്യമായ ഉപ്പ് എല്ലാം കൂടി നല്ലതുപോലെ ചേർത്ത് 10 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഇനി 1 തക്കാളി, 5-10 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ചതച്ച് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ചതിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് ചെറിയ ബ്രൗൺ നിറം ആകുന്നതുവരെ ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് അധികവും കാസർഗോഡ് ഭാഗത്തുള്ളവർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് 1 മുറി തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ നിറം ആകുന്നതുവരെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി നമുക്ക് വറുത്ത് വെച്ച തേങ്ങയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കിയാലും കഴിക്കാൻ നല്ല സ്വാദാണ്. ഇതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റുന്നതുവരെ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നിങ്ങളിതൊന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.